ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത് ഇതുപോലെയുള്ളൊരു ബൂട്ടീസാണ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നമുക്കിത് ഇതുപോലെ 2 പാറ്റേൺസ് കട്ട് ചെയ്യണം. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇത് നമ്മൾ 1 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 1 വയസ്സുള്ളൊരു കുട്ടിക്ക് നമുക്ക് 4.5 ഇഞ്ച് കൊടുക്കാം. അതേ പ്ലസ് അര തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഒരു 5 ഇഞ്ച് നമുക്ക് ലെങ്തായിട്ട് എടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലേക്കും ഒരു 2.5 ഇഞ്ച്, അതായത് ഒരു സൈഡിൽ 1.25, ഒരു സൈഡ് 1.25, അങ്ങനെ ഒരു 2.5 ഇഞ്ച് വരണ പോലെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ താഴേന്ന് ഒരു ഇഞ്ച് മേളിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ 1.25 ഒരു 2.5 ഇഞ്ച് അവിടെയും ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഒരു ആർച്ച് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴേക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് 2 സൈഡും വരച്ചു കൊടുക്കാം. അതായത് നടുവിലേക്ക് ഒരു വളവ് വരുന്ന പോലെ ഒരു ഷേപ്പിൽ. ഇനി അതിൻ്റെ താഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൂട്ടിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സൊക്കെ അതിൽ എഴുതി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. അടുത്ത പാറ്റേണിൽ നമ്മളൊരു 3 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 2.5 ഇഞ്ച്, അതായത് 1.25 വന്ന രീതിയിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇനി ഒരു 1.25 കൂടി 2 സൈഡിൽക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ആർച്ച് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാറ്റേൺ രണ്ടും റെഡിയായി. ഇത് നമുക്കൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് അതിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ടിയുള്ള ക്യാൻവാസ് ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ 2 ചെരുപ്പിനുള്ള 4 പാറ്റേൺസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതൊരു സാറ്റൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഈ ഷേപ്പിൻ്റെ മുകളിൽ, ഇതാണ് നമ്മുടെ ബൂട്ടീസിൻ്റെ മുകളിൽ ഇങ്ങനെ വരണ ആ ഷേപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് വല്ല ഡിസൈനർ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ അതൊന്ന് വെട്ടി അതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 8 ഇഞ്ച് ലെങ്ത്തും 4.5 ഇഞ്ച് വിട്ടുള്ള 2 സാറ്റിൻ ക്ലോത്തുകൾ എടുക്കാം. 2 ചെരുപ്പിനായിട്ടാണ് നമുക്ക് ഈ 2 സാറ്റിൻ ക്ലോത്തുകൾ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അത് മടക്കി ഇതിൽ കൂടെ ഒരു എലാസ്റ്റിക് കയറാനുള്ള സ്പേസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്കൊരു സാറ്റിൻ ക്ലോത്തിൽ ഒരു എക്സ്ട്രാ ഫുഡ് പാറ്റേൺ കൂടിയും കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ഈ ഫുഡ് പാറ്റേണിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 എണ്ണത്തിലും നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ നേരത്തെ എലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഷേപ്പിലുള്ള വേറൊരു പീസും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷൂവിൻ്റെ മോൾ ഭാഗം ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിയിലെ പാറ്റേൺ കൂടി വെച്ചിട്ട് അത് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ഷൂ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത കാലിലേക്കുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ ദേ നമ്മൾ അടുത്തത് കൂടി ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ 2 കുട്ടി ഷൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദേ ഈ ഡ്രസ്സിന് മാച്ചായിട്ടാണ് ഈ ബൂട്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.